ഹലോ ഗൈസ്, അപ്പോൾ ഫെല്ലാസണ്ണിയിൽ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അത് ഡിവിഷൻ ചെയ്യാനും പിന്നെ അതിൽ തേനെടുക്കാനും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം. എത്ര കൂടുണ്ട് ഇവിടെ? ഇവിടെ 4 ഇവിടെ കുറച്ച് ചെറുതേനീച്ച കൂടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പിന്നെ കെണിക്കൂട് വെച്ച് പിടിച്ചതുകൊണ്ട് അതേപോലെ തന്നെ കുറച്ച് കൂടുകളുണ്ട്. അപ്പോൾ അതിൽ ഡിവിഷൻ ചെയ്യും വേണം, അവർക്ക് തേനെടുത്ത് കൊടുക്കും വേണം. അതിന് വേണ്ടിയിട്ട് വന്നാണ്. അവിടെ നമ്മൾ കെണിക്കൂട് വെച്ച് പിടിച്ചതായിരുന്നു. ഇവിടെ ആയിരുന്നു ഈ കൂട്. ഇവിടുന്ന് പൈപ്പിട്ട് ഈ പെട്ടിയിലേക്ക് ഇട്ട് ഇവിടെ ഇത് സക്സസ് ആയി ഈ കൂട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ കൂടിൽ നിന്ന് പൈപ്പ് വേറെ എടുത്തിട്ട് കുറേ കാലമായി, ഒരു 5-6 മാസമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ബോക്സ് തുറന്ന് നോക്കുക, അതേപോലെ തന്നെ ഇത് ഡിവിഷൻ ചെയ്യുക. അപ്പോൾ അത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബോക്സ് എടുക്കുമ്പോൾ അവിടെ ഒരു ബോക്സ് വെച്ച് കൊടുക്കണം. ഇവിടെ ഓൾറെഡി ഇവിടെ ഇതിൻ്റെ മുകളിലൊരു ബോക്സ് ഉണ്ടായതുകൊണ്ട് ഇവിടെ ഒരു ബോക്സ് വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഈ ബോക്സിലേക്ക് കയറും ഈച്ചകൾ. ഓക്കെ, അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കൂട്. ഇവിടെ തേനുണ്ട് തോന്നുന്നു. ആദ്യം നമ്മൾ ബോക്സിലുള്ള ഈച്ചകളെ കുപ്പിയിലേക്ക് ആക്കണം. തട്ടി കൊടുത്ത് കുപ്പിയിലേക്ക് ആക്കണം. അത്യാവശ്യം നല്ല സ്ട്രോങ്ങിലുള്ള കോഴിയാണ് തോന്നുന്നത്. നല്ല ഈച്ചകളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ഈച്ചകളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തുറന്ന് നോക്കാൻ പോവാണ്. ഇത് ശരിക്കും നോക്കലൊക്കെ ഉണ്ട് നിങ്ങളിത്? നോക്കലൊക്കെ ഉണ്ട്. നിങ്ങളെങ്ങനെ നോക്കല്? ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നോക്കും. ഇത് സ്ട്രോങ്ങർ കൊണ്ടോ അങ്ങനെയൊക്കെ നോക്കും. നമുക്ക് നോക്കുന്ന തുറന്ന് നോക്കാം. ഓ, നല്ല തേനുണ്ട്, പൂമ്പൊടി ഉണ്ട്, മുട്ടകളുണ്ട്. റാണിമുട്ടയും കണ്ടു. കണ്ടോ റാണിമുട്ട? കണ്ടോ? ഈ റാണിച്ചെല്ലി കണ്ടോ? ഇതാണ് റാണിച്ചെല്ലി. അപ്പോൾ ഇത് നമുക്ക് ഡിവിഷൻ ചെയ്യാം. നമ്മൾ കെണിക്കൂട് വെച്ച് പിടിച്ച ബോക്സാണ് ഇട്ടത്. ഒരു നാച്ചുറൽ കോളനിയിൽ നിന്ന് നമ്മൾ കണിക്കൂട് വെച്ച് പിടിച്ച ബോക്സിൽ നിന്നാണ് ഇപ്പോൾ ഈ മുട്ടകളും തേനൊക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബാക്കി കണ്ടോ, അതിൽ തേനും അത്യാവശ്യം വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ തേനാണ്. നമുക്ക് ഈ ഭാഗത്തുള്ള തേൻ മാത്രം എടുക്കാം, ഇത് എടുക്കേണ്ട ആവശ്യമില്ല. ഇതെടുത്താൽ നമുക്കിവിടെ റാണി ഉണ്ടോ ഇതൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം ഡിവിഷൻ്റെ ഘട്ടത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ റാണിച്ചെല്ലാണ് മാറ്റിയേക്കാം. റാണിച്ചെല്ല് പരിക്ക് പറ്റാത്ത രീതിയിൽ നമുക്ക് മാറ്റിയേക്കണം. അത് ബാക്കിയുള്ള മുട്ടകൾ നമുക്ക് എടുക്കാം. ഇതാണ് റാണിച്ചെല്ല്. ഈ ബാക്കിയുള്ള മുട്ടകളൊക്കെ നമുക്ക് ബോക്സിലേക്ക് മാറ്റാം. ചിലപ്പോൾ ഇനിയും റാണിമുട്ട കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു ഷെല്ലുണ്ടായതുകൊണ്ട് നമുക്ക് ഇനിയും മുട്ടകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് മുട്ടകളൊക്കെ മാറ്റിയപ്പോൾ ഒരു റാണിശല്യം കൂടി കണ്ടോ. അങ്ങനെ ഈ മുട്ടയും ഈ റാണിശല്യം കൂടി നമ്മൾ മാറ്റി വെക്കാം. ഓക്കെ, ഇതാണ് റാണിശല്യം. ഇതിലേക്ക് നമ്മൾ ഡിവിഷൻ ചെയ്യണ ബോക്സിലേക്ക് നമ്മൾ കുറച്ച് പുതിയ മുട്ട വെച്ചു. ഇനി കുറച്ച് പഴയ മുട്ട, വിരയാറായ മുട്ട കുറച്ച് വെക്കാം. അത്യാവശ്യം നല്ലൊരു കോളനി തന്നെയാണിത്. നല്ല രീതിയിൽ മുട്ടയും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. അത്യാവശ്യം നല്ല മുട്ട അതാണോ. പുതിയ മുട്ടയൊക്കെ എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ഇനിയുമുണ്ട്. കുറച്ചുകൂടി മുട്ട നമുക്ക് എടുക്കാം. ഏകദേശം മുട്ടകളൊക്കെ നമ്മൾ വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗത്തുള്ള തേന എടുക്കണം. അതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ ഈച്ചകൾ പറക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം, അല്ലെങ്കിൽ മറ്റേ ബോക്സിലേക്ക് കയറും. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, കുറച്ച് പൂമ്പൊടി വെക്കണം. കുറച്ച് പൂമ്പൊടി തേനും കൂടി അടങ്ങിയതാണ്. അതിവിടെ വെച്ച് കൊടുക്കണം. കുറച്ച് തേന് പൊടിയും വെച്ച് കൊടുക്കാം ബാക്ക് ഭാഗത്ത്. തേന് പൊടിഞ്ഞ് ശേഖരിച്ചോളും. അപ്പോൾ ഇതാണ് റാണിശല്ല്. അപ്പോൾ നമ്മൾ റാണി ഇല്ലാത്ത ബോക്സിൽ നമ്മൾ റാണിശല്ല് വെക്കുകയാണ്. പൂമ്പൊടി മുട്ട, പുതിയ മുട്ടക്കായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് അടച്ചിട്ട് മദർ കോളനി ഇരുന്ന സ്ഥലത്തേക്കാണ് വെക്കാൻ പോകുന്നത്.
ഇതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഷീറ്റാണ്. ആ ഷീറ്റ് നമ്മൾ ഈ പഴയ കൂടിൻ്റെ മുകളിലുണ്ടായിരുന്ന ഷീറ്റാണ്. ആ ഷീറ്റാണ് നമ്മൾ ഇതിന് വെച്ചത്. ഇതിനൊക്കെ നമുക്ക് പുതിയ ഷീറ്റ് വെക്കാം. അപ്പോൾ ഇത് അടച്ചു. ഇനി നമ്മൾ പഴയ ബോക്സ് ഇരുന്ന സ്ഥലത്തേക്കാണ് വെക്കുന്നത്. ഈച്ചകളൊക്കെ കയറി തുടങ്ങി. ഇനി ഇതിലേക്ക് ഇവിടെ പാറി നടക്കുന്ന ഈച്ചകളൊക്കെ ഇതിലേക്ക് കയറിക്കോളും. അതിന് ഇതിൽ നമുക്ക് കുറച്ച് ബാക്കി പണിയുള്ളത് എന്താ വെച്ചാൽ ഇത് തേനെടുക്കാനുണ്ട്. തേൻ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ തേൻ എടുക്കുമ്പോൾ നമ്മൾ ഇതാണ്ടോ അതിലൊക്കെ കുറേ ഈച്ചകളുണ്ട്. ആ ഈച്ചകളൊക്കെ നമ്മൾ തട്ടിയിട്ട് പറത്തി വിടാം. പറത്തി വിട്ടതിന് ശേഷം നമ്മൾ തേനെടുക്കുകയാണ് നല്ലത്. തേനെടുക്കുമ്പോൾ ഇതൊക്കെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ അടർത്തിയിട്ട് അരിപ്പിക്കുകയാണ് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലുള്ള തേനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പഴയ തുണി കൊണ്ട് തുടച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ ഈച്ചകളൊന്നും ചാകാതെ നമുക്ക് ഈച്ചകളെ രക്ഷപ്പെടുക്കാം. ഓക്കെ. ഇനി ഇതിലേക്ക് കുറച്ച് ബാക്കിയുള്ള മുട്ടകൾ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത് അടച്ചു വെക്കണം. അപ്പോൾ ഈ മുട്ട നമ്മൾ ഇതിലേക്ക് തന്നെ ഇടുകയാണ്. ഇവിടുത്തെ വർക്ക് ഫിനിഷായി. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള ബാക്കിയുള്ള കൂടുകളൊക്കെ പിരിച്ചു. ഇനി ഒറ്റക്ക് ചെയ്യൂലേ? അപ്പോൾ പഠിച്ചോ? എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. തേനൊക്കെ എടുത്ത് പഠിച്ചില്ലേ? അപ്പൊ ഇനി അടുത്തതില് ഒറ്റക്ക് ചെയ്യൂല അടുത്ത കൊല്ലം? നോക്കാം. ഓക്കെ. അപ്പോൾ ഓക്കെ. ബൈ.